മോദി വരുന്നു. മോദിയുടെ ഓരോ വരവിലും കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. അവിടെ ഒരുപക്ഷെ ഈ പിന്നെ രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ മോദിയുടെ വരവിൽ പലർക്കും ആകാംക്ഷയുണ്ട്. അതൊരു വരവ് തന്നെയാണ്. മോദി കേരളത്തെ എടുക്കും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ഏതാണ്ട് എടുത്തു കഴിഞ്ഞു. 45 ദിവസത്തിനകം പ്രഖ്യാപനം നടത്താനായിട്ട്, വികസിത പ്രഖ്യാപനം നടത്താനായിട്ട് എത്തും എന്ന് പറഞ്ഞപ്പോൾ എതിർകക്ഷികൾ അതിനെ പരിഹസിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പറഞ്ഞവരൊക്കെ ഓടി ഒളിച്ചിരിക്കുകയാണ്. ആസാമിലും ബംഗാളിലും പോയി നരേന്ദ്രമോദി പറയുകയുണ്ടായി, അങ്ങ് കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു എന്ന്. അതിനകത്ത് ശുഭസൂചകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു വരവാണ്, ഒന്നൊന്നര വരവാണ് മോദിജി തിരുവനന്തപുരത്ത് വരുന്നത്, പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്ത്. അങ്ങനെ ബ്രിട്ടാസ് തന്നെ പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിലുണ്ടായിരുന്നു, നമ്മുടെ രാജ്യസഭാ MP അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് വരുന്ന ഒരു ഗാംഭീര്യം കാണണം, ഒരു രാജവിരാജിത മന്ദഗതി. എന്തൊരു പ്രൗഡ് എന്നാണ് ഒരു CPM-ൻ്റെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ഒരിക്കൽ ഒരു ഇതിൽ പറഞ്ഞത്, ടോക്കിൽ. അതേപോലെയാണ് ഒരു ഒന്നൊന്നര വരവാണ് മധുര വഴി, ഡൽഹിയിൽ നിന്ന് മധുര വന്ന് മധുരയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അടുത്ത മേയിൽ തമിഴ്നാടും കേരളവും നിർണായകമാണ്. പോണ്ടിച്ചേരി ഓൾറെഡി അവരുടെ കയ്യിലാണ്. ആസാം ഹേമന്ത് ബിശ്വ ശർമ്മ അവരുടെ കയ്യിലാണ്. അതേപോലെ തമിഴ്നാട്, കേരളം, ബംഗാൾ കിട്ടുമെന്ന് ഉറപ്പാണ്. ബംഗാളും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ NDTV സർവേയിൽ BJPക്ക് കിട്ടുമെന്ന് സർവേ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളവും ബംഗാളും അതിനു വേണ്ടിയാണ് പുതിയ നിതിൻ നവീൻ എന്ന പുതിയ പ്രസിഡൻറ്റിന് 45 വയസ്സ് 46 വയസ്സാകാൻ പോകുന്ന ആ ചെറുപ്പക്കാരനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. അധികാരം കൊടുത്ത് കസേര നീക്കിയിട്ട് പറഞ്ഞ വാക്ക് ജ്യേഷ്ഠ ഇംഗ്ലീഷ് പത്രങ്ങളിലും നാഷണൽ ചാനലുകളിലും കണ്ടത് നോക്കണം. ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇനി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്നാണ് പറഞ്ഞത്. അതേസമയം ഇവിടെ പാർട്ടിയുടെ സ്റ്റേറ്റ് ഓഫീസ് ഉദ്ഘാടന സമയത്ത് പാർട്ടിയുടെ സെൻട്രൽ സെക്രട്ടറി എന്ന 3-4 റേഞ്ചിലാണ് MA ബേബി. അവിടുത്തെ നിർണായക ഉദ്ഘാടനം ആരായിരുന്നു? CM ആയിരുന്നു, പുതിയ ഓഫീസ് ഉദ്ഘാടനം. അല്ല, അത് CM ആയി കഴിഞ്ഞാലും പിന്നെയും പാർട്ടി സെക്രട്ടറി സ്ഥാനവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 പഞ്ചായത്ത് നടന്നു, രാഹുൽ വന്നു. ഒരു MP-യുടെ കൈ കൊടുക്കുവാൻ, വർക്കിംഗ് കമ്മിറ്റിയുടെ മെമ്പറിൻ്റെ കൈ കൊടുക്കുവാൻ ശശി തരൂരിന് പ്രതിപക്ഷ നേതാവ് തയ്യാറല്ല. അപ്പോൾ ഈ 2 പാർട്ടികളുടെ നേതാക്കൾ മോഡിയെ കണ്ട് പഠിക്കണം. 45 നല്ല പ്രായത്തിൽ മോഡി വിവാഹം കഴിച്ചിരുന്നെങ്കിൽ മകൻ്റെ പ്രായമേ ആകുന്നുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് ഒരു കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി പിണറായി വിജയനെയും കൂട്ടരെയും NDAയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കണ്ണൂരിൽ. അത് അതിനകത്ത് നമുക്ക് വളരെ വലിയ തമാശയായിട്ടും തോന്നുന്നു എന്നുള്ളതാണ്. അല്ല, തമാശ, അത് വാസ്തവമാണ്. ആ കേന്ദ്രമന്ത്രി ക്ഷണിച്ചതിന് കാര്യമുണ്ട്. അത് പല ചാനലുകൾ, ഹിന്ദി ചാനലുകളും പറഞ്ഞിട്ടുണ്ട്. 2030 കഴിയുമ്പോഴേക്ക് പിണറായിയുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിണറായി കേരള എന്നായി BJP-ആയിട്ട് അലയൻസിൽ വരുന്ന ചില എഴുത്തുകാരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ, പണ്ടത്തെ ഗോവിന്ദപിള്ള സാറിനെ പോലുള്ളവർ പറയുന്നത്, ഇനി പിണറായിക്ക് BJP-യുടെ കൂടെ നിന്നില്ലെങ്കിൽ രക്ഷയില്ല, അത്തരത്തിൽ കേസുകളായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അദ്ദേഹം മധുരയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർജി മേയർ കിട്ടും, 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് വരും, ഒരു പാക്കേജ്, വികസിത കേരള 2006 കേരളത്തിൻ്റെ വികസനത്തിനുള്ള പാക്കേജ് നരേന്ദ്രമോദിജി പത്മനാഭൻ്റെ നടയിൽ പ്രഖ്യാപിക്കുമെന്ന് രാജീവ്ജി പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പല സഖാക്കളും അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളി. CPI സഖാവ്, CPM സഖാക്കൾ, കോൺഗ്രസ്സുകാർ, പിന്നെ മോഡിക്ക് പിന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ വന്നിട്ട് ഇവിടുത്തെ നയരേഖ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വേറെ ജോലിയില്ല, അദ്ദേഹത്തിന് ഉലകം ചുറ്റും ബാലിവനായിട്ട് ലോകം കറങ്ങുന്നു. പക്ഷേ നാളെ 28 ദിവസം ആകുന്നുള്ളൂ രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട്. അദ്ദേഹം ഇവിടെ വരുന്നു. എന്തെല്ലാം മാസ്റ്റർ പ്ലാൻ വരുന്നത്.
4 ട്രെയിനിൻ്റെ പ്രഖ്യാപനമാണ്. ഒരു പുത്തരിക്കണ്ടത്ത് വേദി ഒരുക്കി അതിലെ വിശിഷ്ട ട്രെയിനിന്റെ പ്രഖ്യാപനം വരുമ്പോൾ അത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല കിട്ടുന്നത്, കേരളം മുഴുവൻ അതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് കിഴക്കോട്ടും ഡിക്ലെയർ ചെയ്യുന്നു, പടിഞ്ഞാറോട്ടും ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടുന്ന് ഗുവാഹത്തിയിലേക്കുണ്ട്, മൈസൂറിനുണ്ട്, ബാംഗ്ലൂരിനുണ്ട്, തിരുവനന്തപുരത്ത് നാഗർകോവിൽ, തിരുനെൽവേലി, മധുര വഴി ചെന്നൈക്കുണ്ട്, തൃശ്ശൂർ ഗുരുവായൂരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം ഈ അമൃത് ഭാരത് ട്രെയിന് അശ്വിനി വൈഷ്ണവ് പണിക്ക് വേണ്ടി ആത്മനിർഭർ ഭാരതിൽ ഏൽപ്പിച്ചു. എനിക്കത് തിരുവനന്തപുരത്തുകാർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്തിന് വലിയ ചില വികസന കാര്യങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകും. കാരണം തിരുവനന്തപുരത്തുകാര് ഇവിടുത്തെ MP-മാരെ കൊണ്ട് മടുത്തവരാണ്, ഒന്നും ചെയ്യാത്തവർ ആണ് എന്നുള്ളത് ശശി തരൂർ വരെ തെളിയിച്ചിരിക്കുകയാണ്. ശശി തരൂർ വല്ലപ്പോഴും മാത്രമേ തിരുവനന്തപുരത്ത് വരാറുള്ളൂ, കൃത്യമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരും. അല്ലാതെ തിരുവനന്തപുരത്തിന് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് മാറി ഈ കോർപ്പറേഷൻ ഭരണത്തിലൂടെ ചിലപ്പോൾ നമുക്ക് നേട്ടം പ്രതീക്ഷിക്കാം. അല്ല, അതുകൊണ്ടാണ് അമിത്ഷാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് സമയത്ത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു 6 മാസത്തിന് മുമ്പ് ഒരുക്കങ്ങളായി ജന്മഭൂമിയുടെ 50 വർഷത്തെ ആഘോഷം ഇവിടെ പൂജപ്പുര നടന്നു. അവിടെ ഒരു വികസിത ഭാരത്, വികസിത അനന്തപുരി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിനകത്ത് ഒരുപാട് സെമിനാറുകൾ വന്നു. വിഴിഞ്ഞം പ്രോജക്റ്റിൽ യുവാക്കൾക്ക് ജോലി കിട്ടുന്നത്, തിരുവനന്തപുരത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അനിൽ പണ്ടാല സാർ ഉൾപ്പെടെ ചെയർമാനായി ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. എങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ വേസ്റ്റ് നമുക്ക് ബറോഡ പോലെ, സൂറത്ത് പോലെ, ഭോപ്പാൽ പോലെ ആക്കി മാറ്റാം. നല്ല സെമിനാറായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ, കപ്പൽ നിർമ്മാണശാല വരുമ്പോഴും ലോജിസ്റ്റിക് കപ്പൽ വരുമ്പോൾ യുവാക്കൾക്ക് ജോലി കിട്ടുന്നതിന് അതിൻ്റെ CEO ആണ് അദാനിയുടെ സെമിനാർ കോണ്ടക്ട് ചെയ്യാൻ വന്നത്. പല പല പ്രമുഖർ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ടൗൺ ഡെവലപ്മെൻറ്റ്, റോഡുകളുടെ അവസ്ഥ, നായ്ക്കളുടെ അവസ്ഥ, അത് രാജേഷ് നടപ്പിലാക്കി. 27 ദിവസത്തിനകത്ത് നായ്ക്കളെയെല്ലാം ഷട്ടറിൽ അടിച്ചു തുടങ്ങി. ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് സിറ്റിയിലോട്ട് വരുമ്പോഴും ഉള്ളൂരെല്ലാം വണ്ടി ഇടിച്ചാൽ അപ്പം നമ്മൾ വീഴും, നായി രക്ഷപ്പെട്ടു പോകും. അതിനെല്ലാം ഇന്ന് ഷട്ടറിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അഴിമതി, അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം, നിങ്ങൾ ആരായാലും 10 മണിക്ക് ജോലി ചെയ്ത് 5 മണി വരെ ഓഫീസിൽ കാണണം. അത്യാവശ്യം ഹോസ്പിറ്റൽ കേസോ മരണമോ നിങ്ങളുടെ ചീഫ് ആരാണോ അവരോട് ഈ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചിട്ട് പോകാം. അല്ലാതെ കൊടികെട്ടാനോ യൂണിയൻ പ്രവർത്തനത്തിനോ കഷത്ത് ഡയറിയും വെച്ച് പോകാൻ അനുവദനീയമല്ല. ജനങ്ങളോട് സ്മൈലായിട്ട് നിങ്ങൾ ചിരിച്ച് പെരുമാറണം. ജനങ്ങളുടെ വായിച്ച് വെച്ചിട്ട് ഇന്നെന്നുള്ളത് പഠിക്കണം, നാളെ എന്ന് പറയരുത്. നല്ലൊരു ജനകീയ മുഖം 27 ദിവസത്തിനകത്ത് രാജേഷ് ജിക്ക് വന്നു, അദ്ദേഹത്തിൻ്റെ പക്വമായ വാക്കുകൾ. അപ്പോൾ ഇതെല്ലാം കേന്ദ്ര നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇവിടെ വന്ന് കൊടുത്ത് ജനങ്ങളോട്, ജനമാണ് നമ്മുടെ യജമാനന്മാർ, അല്ല നമ്മൾ അധികാരം തന്നു പറഞ്ഞ യജമാന്മാരല്ല. അത് BJPയുടെ ഒരു പ്രത്യേക നയമാണ്. വാജ്പേയി ഇരുന്നപ്പോഴും ജനസംഘത്തിൽ ഇരുന്നപ്പോഴും അദ്വാനിയും വാജ്പേയി, ഇതാണ് എളിമത്വം. അതുകൊണ്ടാണ് പറഞ്ഞത്, പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി BJP. അവരെന്താണോ പറയുന്നത് അത് ചെയ്യും. കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 40 കാര്യം പറഞ്ഞു, 38 കാര്യങ്ങൾ അവർ നടപ്പിലാക്കി. തിരുവനന്തപുരത്ത് മോഡി വരും, ഇവിടെ പ്രഖ്യാപിക്കുമെന്ന് ഇവർ ചിരിച്ച് ഹാസ്യ രൂപത്തിൽ കഴിഞ്ഞത്. നാളെ പുത്തരിക്കണ്ടത്ത് വെറും 2 മണിക്കൂർ തിരുവനന്തപുരത്തുള്ളൂ. അത് 2 വർഷത്തെ വികസന പദ്ധതികളുടെ അജണ്ട നാളെ അദ്ദേഹത്തിന് പല വിദഗ്ധരെയും വിളിച്ചിട്ടുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സ്, ലോജിസ്റ്റിക്സ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, തിരുവനന്തപുരത്തെ പൗരപ്രമുഖർ, മുൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ, EM ശ്രീധരൻ സാറ്, അനിൽ പണ്ടാല സാറ്, മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും വിളിച്ച് നാളെ അവരുടെ വിഷൻ 2026 കേരളത്തെ എങ്ങനെ രക്ഷിക്കാം ഈ കാട്ടുകള്ളന്മാരുടെ ഇടയിൽ നിന്ന് UDF LDF. അപ്പോൾ നമുക്ക് മോദിയുടെ വരവനായിട്ട് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.